കെമിക്കൽ ഇല്ലാതെ വീട്ടിൽ സോപ്പ് ഉണ്ടാക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കണം എന്നുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും, നിങ്ങളുടെ വീട്ടുകാർക്ക് ഉപകാരപ്പെടും, നല്ലൊരു വരുമാനവും ഉണ്ടാക്കാൻ പറ്റും. നമസ്കാരം. ആപത്കാരികളായ യാതൊരു കെമിക്കലുകളും അപകടങ്ങളും ഇല്ലാതെ അടുക്കളയിലെ പാത്രങ്ങൾ മാത്രം ഉപയോഗിച്ച് വെറും 15 മിനിറ്റിൽ നിങ്ങൾക്ക് വീട്ടിൽ സോപ്പ് ഉണ്ടാക്കാൻ സാധിക്കുമോ? സാധിക്കും. ഇതിന്റെ പേരാണ് മെൽറ്റ് ആൻഡ് പോർ ഹെർബൽ സോപ്പുകൾ. വെറും 30 രൂപ ചെലവിൽ ഉണ്ടാക്കുന്ന ഒരു ആയുർവേദിക് അല്ലെങ്കിൽ ഹെർബൽ സോപ്പിന് ഓൺലൈൻ വിപണിയിൽ, ശ്രദ്ധിച്ചു കേൾക്കുക, ഓൺലൈൻ വിപണിയിൽ 150 രൂപ മുതൽ 250 രൂപ വരെയാണ് വില ലഭിക്കുന്നത്. ഇനി അത് ഓഫ്ലൈനിലാണെങ്കിൽ 30 രൂപ മുടക്കിയ സാധനത്തിന് 60 രൂപ കിട്ടിയാലും ലാഭം തന്നെയാണ്. കുറഞ്ഞ ചെലവിൽ വീട്ടിലിരുന്ന് സ്വന്തം സോപ്പ് ബ്രാൻഡ് എങ്ങനെ തുടങ്ങാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്താണ് ഈ മെൽറ്റ് ആൻഡ് പോർ? സാധാരണ സോപ്പുകൾ ഉണ്ടാക്കുമ്പോൾ ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന അപകടകരമായ കെമിക്കൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എല്ലാ സോപ്പിലും വേണം. എന്നാൽ മെൽറ്റ് ആൻഡ് പോർ രീതിയിൽ അതിന്റെ ആവശ്യമില്ല. ഇവിടെ റെഡിമെയ്ഡ് ഗ്ലിസറിൻ അല്ലെങ്കിൽ ഗോട്ട് മിൽക്ക് സോപ്പ് ബേസ് വാങ്ങിക്കാൻ കിട്ടും. അതിന്റെ ലിങ്ക് ടാഗ് ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ ഓൺലൈനിൽ വാങ്ങിക്കാവുന്നതാണ്. ഈ സോപ്പ് ബേസ് വാങ്ങി ഉരുക്കി അതിലേക്ക് അലോവേര, അതായത് കറ്റാർവാഴ, മഞ്ഞള്, വേപ്പ്, കാപ്പിപ്പൊടി, എന്താണോ നമുക്ക് അതിനകത്ത് കൊടുക്കാനുള്ള ഇൻഗ്രീഡിയന്റ്, അതിന്റെ കൂടെ എസൻഷ്യൽ ഓയിലുകൾ ചേർത്ത് മോൾഡുകളിൽ ഒഴിച്ച് തണുപ്പിക്കുന്നു. അത്രയുള്ള പരിപാടി. ഈ എസൻഷ്യൽ ഓയിൽ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കാം. എന്തുകൊണ്ട് ഇതിന് വിപണിയിൽ ആവശ്യക്കാരുണ്ട്? അതൊരു വലിയ ചോദ്യമാണ്. കെമിക്കൽ നിറഞ്ഞ കടകളിൽ കിട്ടുന്ന സോപ്പുകൾക്ക് പകരം സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ഓർഗാനിക് ഹെർബൽ സോപ്പുകൾ തിരയുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ബിസിനസ് വിജയിക്കും എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ നിർമ്മാണ രീതി ഒന്ന് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നുണ്ട് ഇതിന്റെ മേക്കിംഗ് പ്രോസസ്സ്. ആദ്യം ചെയ്യേണ്ടത് മെൽറ്റിംഗ് ആണ്. ഈ സോപ്പ് ബേസ് ഗ്ലിസറിൻ ഓർ ഗോട്ട് മിൽക്ക് ബേസ് ആണ്. അത് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ടാഗ് ചെയ്തിട്ടുണ്ട്. വാങ്ങിച്ചു നോക്കുക. സിമ്പിൾ ആയിട്ട് ഒരു പീസ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. അതിനെ ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഇത് ബോയിൽ ചെയ്തെടുക്കണം. പലർക്കും അറിയാം, എങ്കിലും അറിയാൻ പാടില്ലാത്ത ആളുകൾക്കായിട്ട് പറയുകയാണ്. ഡബിൾ ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുക. അതിലേക്ക് ഒരു ചെറിയ പാത്രം ഇറക്കി വെക്കുക. ആ ചെറിയ പാത്രത്തിൽ നമ്മളുടെ സോപ്പ് ബേസ് ഇട്ട് ഉരുക്കിയെടുക്കുക. ഇതൊന്ന്. രണ്ട്, നിങ്ങളുടെ സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ ഡബിൾ ബോയിലർ നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് ടാഗ് ചെയ്തേക്കാം. ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കാവുന്നതാണ്. അത്യാവശ്യമൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ വീട്ടിലെ പാത്രങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തത് മിക്സിംഗ് ആണ്. ഈ ഉരുകിയ സോപ്പിലേക്ക് ആവശ്യത്തിന് ഹെർബൽ പൗഡറുകൾ, അത് ഡിപ്പെൻഡ് അപ്പോൺ യു, ഏതാണ് നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് എന്നതനുസരിച്ചിരിക്കും. 1, 2, 3 ഐറ്റം മാത്രം ആദ്യം ഉണ്ടാക്കി നോക്കുക. എല്ലാത്തിലേക്കും കൂടെ ഒരുമിച്ച് കിടക്കരുത്. നമുക്ക് മഞ്ഞളുടെ പൊടി ഇട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈവൻ കാപ്പിപ്പൊടി ഇട്ട് ഉണ്ടാക്കാൻ പറ്റും. തുളസിയില പൊടി ഇട്ടുണ്ടാക്കാൻ പറ്റും. അങ്ങനെ എന്ത് വേണമെങ്കിലും, അതായത് ശരീരത്തിന് ഹാനികാരകമല്ലാത്ത എന്ത് വേണമെങ്കിലും ഇതിന്റെ കൂടെ ചേർത്ത് നമുക്ക് ആയുർവേദിക് അല്ലെങ്കിൽ ഹെർബൽ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അല്പം വിറ്റാമിൻ ഇ ഓയിൽ ചേർക്കുന്നത് നല്ലതാണ്. വിറ്റാമിൻ ഇ ഓയിൽ ബൾക്കായിട്ടൊന്നും വാങ്ങിക്കേണ്ട. മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ മതി. വിറ്റാമിൻ ഇ ഓയിലിന്റെ ക്യാപ്സൂള് കിട്ടും. ആ ക്യാപ്സൂളിൽ ഒരെണ്ണം പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിച്ചാൽ മാത്രം മതിയാകും. പിന്നെ നല്ല മണത്തിനായിട്ട് നാച്ചുറൽ എസൻഷ്യൽ ഓയിലുകൾ നമുക്ക് വേണമെങ്കിൽ ലാവൻഡർ ഉപയോഗിക്കാം, ടീ ട്രീ ഉപയോഗിക്കാം, റോസ് ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ എസൻഷ്യൽ ഓയിലുകൾ ഇട്ടും അതും ടാഗ് ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിച്ച് അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് ഉപയോഗിച്ചാൽ മതിയായിരിക്കും. 1, 2 ഡ്രോപ്പ് മതി 1 കിലോ സോപ്പ് ബേസിന്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുകയാണ് മിക്സിംഗ് എന്ന് പറഞ്ഞ പരിപാടി. ഇനി പോറിംഗ് ആണ്. ഈ മിശ്രിതം സിലിക്കൺ മോൾഡുകളിലേക്ക് ഒഴിക്കണം. ഈ സിലിക്കൺ മോൾഡുകൾ ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. അതിന്റെയും ലിങ്ക് ടാഗ് ചെയ്തിട്ടുണ്ട്. ഈ മോൾഡുകൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള മോൾഡുകൾ വാങ്ങിച്ചിട്ട് അതിൽ ഒരു അല്പം എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഒഴിക്കുക. ഒന്ന് നല്ലപോലെ തട്ടി ഇളക്കി അവിടെ വെക്കുക. ഇനി ഇത് സെറ്റ് ആകണം. 30 മിനിറ്റ് മുതൽ 45 മിനിറ്റിനുള്ളിൽ സോപ്പ് ഉറച്ച് കട്ടിയാകും. പക്ഷേ നിങ്ങൾ ഒരു 24 മണിക്കൂർ അതിന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. 24 മണിക്കൂറും അതിനെ തൊടാതെ അവിടെ തന്നെ വെച്ചേക്കുക. 24 മണിക്കൂറിന് ശേഷം അത് ആ സിലിക്കൺ മോൾഡിൽ നിന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ടൊന്ന് ബഫ് ചെയ്യണം. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ. അവിടെ ഇവിടെയും കൂടുതലായിട്ടൊക്കെ നിൽക്കുന്ന ഒന്ന് ശരിയാക്കി എടുക്കുക. ഇനി പാക്കിംഗ് ആണ്. ഈ മോൾഡിൽ നിന്ന് എടുത്ത ഉടൻ
ബഫ് ചെയ്ത ശേഷം ഇത് പ്ലാസ്റ്റിക് ക്ലിംഗ് റാപ്പ് പേപ്പർ കിട്ടും. സോപ്പ് പൊതിഞ്ഞ് വരുന്നൊരു സാധനമാണ് ഈ ക്ലിംഗ് റാപ്പ് എന്ന് പറയുന്നത്. ആ പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് പൊതിയണം. അതിന്റെ ലിങ്കും ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് പ്രോഡക്റ്റ് എന്താണ് എന്നറിയില്ല എങ്കിൽ ഈ ഗ്ലിസറിൻ സോപ്പുകൾക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. പെട്ടെന്ന് വായുവിലെ ഈർപ്പം വലിച്ചെടുക്കും. അങ്ങനെ വലിച്ചെടുക്കാതിരിക്കാൻ ഈ ഒരു ക്ലിംഗ് റാപ്പിന്റെ പാക്കിംഗ് വളരെ അത്യാവശ്യമാണ്. ഇനി ഇതിന് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് വേണ്ടത് എന്ന് നോക്കാം. സോപ്പ് ബേസ് 1 കിലോ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കാം. അതിന് ഓൺലൈനിൽ 180 രൂപ തൊട്ട് 250 രൂപ വരെ വിലയുണ്ട്. ഇപ്പോൾ ആമസോണിൽ ഓൾറെഡി ഞാൻ കണ്ടത് 219 രൂപയ്ക്കാണ് 1 കിലോ സോപ്പ് ബേസ് കിട്ടുന്നത്. ഈ 1 കിലോയിൽ നിന്ന് നമുക്ക് 10-12 സോപ്പുകൾ വരെ ഉണ്ടാക്കാം. ഇനി അടുത്തത് സിലിക്കൺ മോൾഡുകളാണ്. അതിന്റെ വില എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ഡിസൈൻ ആൻഡ് സൈസ് ആണ്. 200 തൊട്ട് 400 രൂപ വരെ ഇതിന് വില വരും. ഇത് നമുക്ക് കാലങ്ങളോളം ഉപയോഗിക്കാവുന്ന മോൾഡുകളാണ്. വൺ ടൈം പർച്ചേസ് ആണ്. പിന്നെ വേണ്ടത് എസൻഷ്യൽ ഓയിലുകൾ, പിന്നെ ഈ നമ്മൾ പറഞ്ഞ ആയുർവേദ ഹെർബൽ പൗഡറുകൾ. ഇതെല്ലാം കൂടെ നമുക്കൊരു 1000 രൂപയിൽ തീർക്കാൻ പറ്റും. ആകെ ഒരു 3000 മുതൽ 5000 രൂപ വരെ നിക്ഷേപിച്ചാൽ നമുക്കിത് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റും. ഇനി ലൈസൻസുകൾ എന്തെങ്കിലും വേണോ? നമ്മൾ പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ചെറിയ തോതിലൊക്കെ ചെയ്യുമ്പോൾ ലൈസൻസ് ഒന്നും വലിയ നിർബന്ധമല്ല. എന്നാൽ വലിയ തോതിൽ ബ്രാൻഡ് ചെയ്ത് സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈനിലും ഒക്കെ വിൽക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കോസ്മെറ്റിക് ലൈസൻസോ അല്ലെങ്കിൽ MSME ലൈസൻസോ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. കൂടാതെ GST രജിസ്ട്രേഷൻ ആവശ്യമാണെങ്കിൽ അതും എടുക്കേണ്ടി വരും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകളെല്ലാം നമ്മളുടെ ചാനലിലുണ്ട്. ജസ്റ്റ് ആ പേര് അടിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. ഇനി ഇത് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, വിൽക്കണ്ടേ? എങ്ങനെ വിൽക്കും അത് നോക്കാം. ഒരു 100 ഗ്രാം സോപ്പ് ഉണ്ടാക്കാൻ ആകെ ചെലവ് വരുന്നത് നമുക്ക് 25 രൂപ തൊട്ട് 35 രൂപ വരെയാണ്. നല്ല ക്വാളിറ്റി സോപ്പാണ്, അതുകൊണ്ടാണ് ഈ ഒരു കോസ്റ്റ് വരുന്നത്. നമ്മുടെ വിപണിയിലെ വിൽപ്പന വില എന്ന് പറയുന്നത് 100 തൊട്ട് 200 രൂപ വരെ നമുക്ക് നിർത്താം. ഞാൻ 150, 250 ആണ് ആദ്യം പറഞ്ഞത്. ഇതെങ്ങനെ നമുക്ക് വിൽക്കാൻ പറ്റും? നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ, ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഇതിന്റെ ഭംഗിയുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇട്ട് ഹാൻഡ് മെയ്ഡ് ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ ആണ് എന്ന് പറഞ്ഞ് അത് തിരയുന്ന ആളുകൾക്ക് നമ്മളിത് കൊടുക്കാൻ പറ്റും. അവിടെ നിന്ന് ഓർഡറുകൾ ലഭിക്കും. നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. പിന്നെ റിട്ടേൺ ഗിഫ്റ്റുകൾ, ഈ കല്യാണങ്ങൾക്കും ബർത്ത്ഡേകൾക്കും അങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ ബൾക്ക് ഓർഡറായിട്ട് എടുക്കാൻ പറ്റും. കാരണം അത് സംബന്ധിക്കുന്ന ആളുകൾക്ക് വീട്ടുകാർ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് പോലെ അവർക്ക് ഇത് ബൾക്കായിട്ട് വാങ്ങിച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഓർഡറുകൾ നമുക്ക് ലഭിക്കും. പിന്നെ ഹാമ്പറുകൾ, ഈ സോപ്പ് നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഹാൻഡ് മെയ്ഡ് ടവൽ കിട്ടും, അത് വാങ്ങിച്ചെടുക്കുക. അതും വാങ്ങിച്ചു ചേർത്ത് ഗിഫ്റ്റ് സെറ്റുകളാക്കി നമുക്ക് വിൽക്കാൻ പറ്റും. ഇതൊക്കെ ഷോപ്പിലും ഈ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. റേറ്റിൽ വേരിയേഷൻ വരും എന്ന് മാത്രം. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിലെ ഒഴിവ് സമയങ്ങളിൽ ചെയ്ത് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് കെട്ടിപ്പടുക്കാൻ പറ്റിയ ലളിതമായ ഒരു ബിസിനസ്സാണ് ഇത്. ആർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഒരു ടെക്നിക്കൽ നോളജും ഇതിനാവശ്യമില്ല. പറഞ്ഞ കാര്യങ്ങൾ അതേപടി അങ്ങ് ചെയ്താൽ മാത്രം മതിയാകും. നമ്മൾ ആദ്യ ഘട്ടത്തിൽ സ്വയം ഉപയോഗിച്ച് നോക്കണം. അത് നല്ല പതയുണ്ടോ, നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ, അതിന് നല്ല മണമുണ്ടോ, പിന്നെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടോ, ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകില്ല, ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉപയോഗിച്ച് ഒന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം ബന്ധുക്കൾക്ക് കൊടുക്കാം, സ്വന്തക്കാർക്ക് കൊടുക്കാം, സുഹൃത്തുക്കൾക്ക് കൊടുക്കാം. എന്നിട്ട് ആർക്ക് കൊടുത്താലും ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ ഉറപ്പാക്കണം. അവർ ഉപയോഗിച്ചതിന് ശേഷം അവരുടെ ഒരു വാക്ക് എന്ന് പറയുന്നത് വലുതാണ്. ഈ ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ ടെസ്റ്റിമോണിയൽ ആയിട്ട് നമ്മളുടെ ഫേസ്ബുക്ക് പേജിലും നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമുക്ക് ഇടാവുന്നതാണ്. അത് ബിസിനസ്സിനെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം, മറുപടി ലഭിച്ചിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.